ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാവേ. അതിന് നമ്മളവിടെ പോക ഹസ്ബൻഡ് വരുന്നതിന് ഭാഗമായി കണ്ടോ, നിങ്ങൾ കണ്ടോ? ഇത് റൂമൊക്കെ ക്ലീൻ ചെയ്ത് പരി പരി യാത്ര അയക്കുന്ന അമ്മ. അങ്ങനെ ഞങ്ങളിതാ പോവാണ് ഞങ്ങളുടെ ഡ്രൈവർ ശിബിലേട്ടനോടൊപ്പം. ഞാൻ കടല തിന്നുന്നു, അവൾ വെറുതെ വായി നോക്കിയിരിക്കുന്നു. ശിബിലേട്ടനും ഇടയ്ക്ക് ഞാൻ കടല കൊടുക്കാം. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് കേട്ടോ ശിബിലേട്ടൻ വരുന്നത്. അപ്പൊ ഞങ്ങളിതാ കൂട്ടാൻ പോവാണ്. നമ്മളെ കൊയിലാണ്ടി കൊല്ലത്തൂടെ ഉണ്ട് പോകുന്നത്. അപ്പൊ നാഷണൽ ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നിങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. BMW ഒന്നുകൂടി ഇടടാ. എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയ നന്നാക്കി. കാരണം കൊയിലാണ്ടി കുറച്ച് വിട്ടപ്പം ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈഡ് പണി കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പണിയെടുക്കുന്നതാണല്ലോ. അപ്പൊ നമ്മളിവിടെ ബ്ലോക്കില്ലേ. ഇത്ര നേരം ഞങ്ങളിത് ഇപ്പുറത്തെ സൈഡിൽ വലത്തേ സൈഡിൽ കൂടിയാണ്. അങ്ങനെ ബ്ലോക്ക് കുറവ് പോലെ വേഗം വണ്ടി ഇടത്തെ സൈഡിൽ കൂടി പോകുമ്പോൾ ഞങ്ങൾ ഇടത്തേക്ക് വന്നു. വീണ്ടും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ഇതാ നല്ല റോഡ് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പൊ നമ്മള് പണി കഴിഞ്ഞ NH-66 കേട്ടോ പോകുന്നത്. അപ്പൊ ഇവിടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അനു ഇങ്ങനെ കണ്ടപ്പം പറയാ, ഗൾഫ് റോഡ് പോലെയൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് പന്നിയങ്കര എത്തി. അവിടെ നോക്കുമ്പോ അതാ ടോൾ പാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ശരിയായിട്ട് എന്താ മെല്ലെ പോവാണ് കേട്ടോ. കൊറേ വണ്ടി ഇല്ലാടാ. അങ്ങനെ ഞങ്ങൾ ടോളൊക്കെ കൊടുത്തിട്ടാട്ടോ പോയത്. അവര് പറഞ്ഞത് ഗൂഗിൾ പേ ആണെങ്കിൽ 162 റുപ്യയും കയ്യില് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ 260 വേണമെന്ന്. അതെന്തിനാ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഫൈനലി ഞങ്ങളിതാ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഷിൻലേട്ടന്റെ ഫ്ലൈറ്റ് എത്തിയിട്ടില്ല എന്നാണ് നിലവിൽ കിട്ടിയ വിവരം. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കട്ടെ എന്തായി നോക്കാം. ശിബിലേട്ടൻ ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ അവിടെ ഇറക്കി. ശിബിലേട്ടൻ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ഞാനും അവിടെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് എന്തൊക്കെയാ ഹസ്ബൻഡിന് കൊടുക്കുന്ന ഇപ്പം വരുമ്പോ? ഞാൻ വിചാരിച്ചിരിക്കും അതായിരിക്കും പറയാന്ന്. കാത്തു നിന്നു ഹലോ. അപ്പൊ ഞാളിതാ ഷിൻലേട്ടനെ കൂട്ടാൻ വന്നതാണ് കേട്ടോ കോഴിക്കോട്. ശരിക്കും ഇവള് വരുന്ന ഷിബിലേട്ടൻ അറിയില്ല. ഞാനും ഇവളൊന്നുള്ള അറിയില്ല. ശിബിലേട്ടൻ മാത്രം വരുന്നെന്നാ പറഞ്ഞേ. ചിലപ്പോ മൂപ്പർക്ക് സംശയം ഉണ്ടാവും, ചിലപ്പോ എന്തായാലും നമുക്ക് നോക്കാം. അതാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനെ ഓരോരോ വീഡിയോസ് എടുക്ക് വേറോരോരുത്തർക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ തരാം. അപ്പൊ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്ന എന്തായാലും മൂപ്പർക്ക് അറിയാം. അപ്പൊ എന്തായാലും ഇനി വന്നിട്ട് കാണാം അല്ലേ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ. ഇവരൊക്കെ വന്നെയാണോ പോകുന്നതാണോ അതൊന്നും എനിക്കറിയില്ലേ. കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഭാര്യ കാത്തിരിക്കുന്നു. ശിവലായിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരികയാണെന്നൊക്കെ ഉള്ള വിവരം ശിവലായിട്ടൻ തന്നെ കിട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളത് ഒളിച്ചു നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ ദൂരേന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ എങ്ങനെ വന്നോ നോക്കാം. വന്നോ കണ്ടു വിട്ടോ വേഞ്ചൽ ശിവലായിട്ട് അപ്പോഴത്തേക്ക് ഇതാ വണ്ടി എടുക്കാൻ പുറത്തു പോയിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങളിതാ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ അപ്പോഴത്തേക്ക് ശിവലായിട്ടൻ വരുന്നോ ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണേ.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. അങ്ങനെ ആ വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.